ഒരു മൊബൈലൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ചില്ലറ ആപ്ലിക്കേഷൻസുകൾ എന്തായാലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചേ പറ്റൂ. എങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന സെറ്റിങ്സും കൂടി നിങ്ങൾ അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൊബൈൽ കാണാൻ ഒരു ഭംഗി തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഓരോ ആപ്ലിക്കേഷൻസുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാനും വളരെ എളുപ്പവുമായിരിക്കും. ഏതാണ് സെറ്റിങ്സ്, എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് ഡിസ്പ്ലേയിൽ ഒരു ലൈനിൽ 4 എണ്ണം മാത്രമേ സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ 4 അല്ല, അതിൽ കൂടുതൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മൊബൈലിൻ്റെ അകത്ത് തന്നെയുണ്ട്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹോം സ്ക്രീൻ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിലുള്ള ഹോം സ്ക്രീൻ ലേഔട്ട് എന്ന ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏറ്റവും മുകളിലത്തെ ഹോം ആൻഡ് ആപ്പ് സ്ക്രീൻ എന്ന ആ ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ അപ്ലൈ കൊടുക്കുക. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതാണ്. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഹോം സ്ക്രീൻ ഗ്രിഡ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 3-4 ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും. ഇതിൽ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഡിസ്പ്ലേയുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് കണ്ടോ, ഇപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻസുകളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ വീണ്ടും ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ വന്നിട്ടുണ്ട്. 5x6 നിങ്ങൾ തിരഞ്ഞെടുത്താൽ ഒരുപാട് സൗകര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നിങ്ങൾ ഡണ്ണ് കൊടുക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നമുക്കിവിടെ തിരഞ്ഞെടുക്കാം. ഇവിടെയും ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്കിങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. അതിലും ലാസ്റ്റത്തെ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഡണ്ണ് കൊടുക്കുക. മൂന്നാമത്തൊന്നും അതുപോലെ തന്നെ ഇവിടെ സെലക്ട് ചെയ്തിട്ട് 4x4 സെലക്ട് ചെയ്യുക. ഇത്രയും നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ നേരെ ബാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ അഞ്ചാമതായിട്ട് ഒരു ആപ്ലിക്കേഷനും കൂടി ഇവിടെ ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ആ ഭാഗത്തേക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഫില്ല് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആപ്ലിക്കേഷൻസുകളൊക്കെ നിങ്ങൾ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരുപാട് സൗകര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ആപ്ലിക്കേഷൻസുകളൊക്കെ ഒരു കാറ്റഗറി ആയിട്ട് ഒരു ഫോൾഡറിൽ കൊണ്ടുവെക്കാൻ സാധിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ വാട്സപ്പ്, ഫേസ്ബുക്ക്. വാട്സപ്പ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് ഡ്രാഗ് ചെയ്ത് ഫേസ്ബുക്കിൻ്റെ അകത്തൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ഒരു ഫോൾഡറായി. ഇനി ഫോൾഡർ നെയിം നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഫോൾഡർ നെയിമിൽ ഞാനിപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് തന്നെ ഞാനിവിടെ അടിക്കുകയാണ്, സോഷ്യൽ മീഡിയ. ഓക്കെ, അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു ഫോൾഡർ തന്നെ നമുക്കിവിടെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഇപ്പോൾ യൂട്യൂബ് വേണമെങ്കിൽ യൂട്യൂബ്, അങ്ങനെ എന്തൊക്കെ ആപ്ലിക്കേഷൻ വേണോ ഇപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്താൽ മതി. ഒരു ഫോൾഡറായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു വൃത്തിയായി. നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ എവിടെയാണ്, ആ സോഷ്യൽ മീഡിയയുടെ ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ആപ്ലിക്കേഷൻ എല്ലാം കാണാൻ സാധിക്കും. നല്ലൊരു ഓപ്ഷനാണ്. ഇങ്ങനെയും നിങ്ങളുടെ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഡിസ്പ്ലേയിൽ ഒരുപാട് സൗകര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇത് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഓരോ ആപ്ലിക്കേഷൻ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ റിമൂവ് എന്ന ഭാഗം ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. അൺഇൻസ്റ്റാൾ ചെയ്യരുത് കേട്ടോ. ഇവിടെ റിമൂവ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോൾഡറിൽ നിന്ന് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനും സാധിക്കും. ഇനി ഇങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് മൊബൈലിൽ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതാണെങ്കിലും കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ കൊടുക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അത്യാവശ്യം നമ്മൾ സുഹൃത്തുക്കൾക്കൊക്കെ മൊബൈൽ ഇങ്ങനെ കൊടുക്കുന്നവരാണെങ്കിൽ അവർക്ക് നമ്മൾ ഈ സെറ്റ് ചെയ്തതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധിക്കും. അതായത് അവിടെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അൺഇൻസ്റ്റാൾഡ് ഓപ്ഷൻ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തതെന്ന് റിമൂവ് ചെയ്യാം. എന്നാൽ അതൊന്നും ചെയ്യാതെ ഇപ്പോൾ ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങ് പോയി. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാനുള്ളൊരു സെറ്റിങ്സ് മൊബൈലിൻ്റെ അകത്ത് തന്നെയുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നേരത്തെ കണ്ട ഹോം സ്ക്രീനിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഹോം സ്ക്രീൻ ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ ലോക്ക് ഹോം സ്ക്രീൻ ലേ ഔട്ട് എന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും. ഇത് ഓഫിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻസുകൾ അവിടെ നിന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ കഴിയില്ല. ഇപ്പോൾ അങ്ങോട്ട് മാറ്റാൻ വേണ്ടി നോക്കുമ്പോൾ കാണുന്നില്ലേ ഇവിടെ അത് ലോക്ക്ഡ് ആണ് എന്നുള്ള ആ ഒരു പോപ്പപ്പാണ് വരുന്നത്. നിങ്ങൾ എവിടെയാണ് സെറ്റ് ചെയ്തത്, എങ്ങനെയാണ് സെറ്റ് ചെയ്തത്, അത് അവിടെ തന്നെ ഉണ്ടാകും. അൺഇൻസ്റ്റാൾ ചെയ്യാനോ അവിടെ നിന്ന് അതിൻ്റെ ലൊക്കേഷൻ മാറ്റാനോ ആർക്കും തന്നെ സാധിക്കില്ല. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട സെറ്റിങ്സ് നമ്മുടെ ഡിസ്പ്ലേയിൽ ആപ്ലിക്കേഷൻസുകൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ മൊബൈൽ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത ആപ്ലിക്കേഷൻസുകളൊക്കെ അവിടെ സേഫായിട്ട് ഉണ്ടാകുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകൾ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും. യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഈ ഒരു ചാനൽ നെയിമിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിൽ എത്തിച്ചേരാൻ സാധിക്കും.
ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.